സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ മക്കളും ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. നമുക്കറിയാം HSCAP എന്ന സൈറ്റിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ചില മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ചിലർക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷനും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. കാരണം നമുക്കറിയാം നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ അലോട്ട്മെന്റ് അല്ല. നമ്മുടെ സിസ്റ്റം ഒക്കെ എത്രത്തോളം വർക്കിംഗ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ റണ്ണ് മാത്രമാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്രയൽ അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷനും ലഭിച്ചില്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ അടിക്കരുത്. കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. കാരണം ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് അലോട്ട്മെന്റുകൾ വരാനുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെന്റ് ഒരുക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ, നിങ്ങൾ ആപ്ലിക്കേഷന്റെ സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് അത് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാൻ, സ്കൂൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. അതിനുള്ള ഒരു അവസരം കൂടി ട്രയൽ അലോട്ട്മെന്റിൽ ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഈ ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസാനത്തെ അവസരം കൂടിയാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് ഒരുക്കുന്നത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഈ വരുന്ന 28 മെയ് വരെ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുമുള്ള അവസരമുണ്ട്. 28 മെയ് ഈവനിങ് 5 PM വരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നല്ലോണം പരിശോധിച്ചിട്ട് മാത്രം എഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ട്രയൽ അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് ലഭിച്ചിട്ടില്ലാത്തവർ ഒട്ടും ടെൻഷൻ അടിക്കരുത്. നമുക്ക് ജൂൺ 2-ന് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.